ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് വീണ്ടും ദൈവസന്നിധിയിൽ തിരുവചന പഠനത്തിനായിട്ട് കൂടി വരുവാൻ ദൈവയുടെ ആക്കിയത് ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. ഓൺലൈനായും അല്ലാതെയും കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ വന്യ തിരുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് വചന പഠനം ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ ബുധനാഴ്ചയും തിരുസന്നിധിയിൽ അടുത്തു വന്ന് തിരുവചനം ഒരുമിച്ച് ചിന്തിപ്പാനായിട്ട് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വിലയേറിയ അവസരത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം. കർത്താവെ, ജീവനും ചൈതന്യം ഉള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും ആത്മാവിനെയും പ്രാണനെയും സന്ധി മജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമായ ദൈവത്തിന്റെ വചനം ഈ രാത്രിയിലും ഞങ്ങൾക്ക് ഐശ്വര്യമായി നൽകുമാറാകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. അത് കർത്താവെ, ഞങ്ങളെ കേട്ട് ഗ്രഹിക്കുവാനും അത് ഞങ്ങളുടെ ഹൃദയത്തിന്റെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിച്ച് തിരുവചനം അനുസരിപ്പാനും കർത്താവെ, ഞങ്ങൾ തന്നെ ശുദ്ധീകരിക്കപ്പെടുവാനും മുഖാന്തരമാക്കി തീർക്കണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ, അവിടുത്തെ വചനം ആത്മാവും ജീവനും ആകിയാൽ നന്ദിയോട് സ്തോത്രം. ആ വചനത്താൽ ഞങ്ങളെ ഐശ്വര്യമായി നിറയ്ക്കുമാറാകണമേ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവ്, എല്ലാ ഹൃദയങ്ങളോടും ഇടപെടണമേ കർത്താവെ. ദൈവത്തിന്റെ വചനം ഏത് ആത്മാവിൽ എഴുതിയോ അതേ ആത്മാവിൽ ഞങ്ങൾക്ക് ലഭിപ്പാൻ, വിഭാഗിപ്പാൻ, ഒരുമിച്ച് പഠിപ്പാൻ കർത്താവ് സഹായിക്കണമേ. ദൂരത്തും ചാരത്തുമായി ഇരിക്കുന്ന എല്ലാവർക്കായിട്ടും സ്തോത്രം. ആരെല്ലാം ഇനിയും ഈ വചനം ശ്രദ്ധിക്കുന്നു അവരുടെയും ഹൃദയങ്ങള് കർത്താവെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ പ്രകാശിപ്പിക്കപ്പെടുവാൻ, ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചിട്ട് വിളിയാലുള്ള ആശ ഇന്നതെന്ന് ഗ്രഹിപ്പാനായിട്ട് കർത്താവ് സഹായിക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളെയും താഴ്ത്തിയേൽപ്പിക്കുന്നു. ഗോസ്പൽ മീഡിയയുടെ മിനിസ്ട്രികൾക്കായിട്ട് നന്ദിയോട് സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രവർത്തകരെയും അനുഗ്രഹിച്ചാൽ അടിയനെയും ബലപ്പെടുത്തണമേ, ഒരു കുടലായി ഉപയോഗിക്കണമേ. അവിടുന്ന് മാത്രം മഹത്വം എടുക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ 23 എപ്പിസോഡുകളിലായിട്ട് അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനം പഠിക്കുവാനായിട്ട് നമുക്ക് കഴിഞ്ഞു. കഴിഞ്ഞ എപ്പിസോഡില് 4-ാമത്തെ അധ്യായവും നമ്മൾ പൂർത്തീകരിക്കുകയുണ്ടായി. എന്നാൽ പലരുടെയും ആവശ്യപ്രകാരം ഇന്ന് അതിന്റെ ഒരു സമ്മറിയുടെ ഒരുമിച്ച് ചിന്തിച്ചിട്ട് ഈ പഠനം അവസാനിപ്പിക്കാം, 2 തിമോത്തി പൂർത്തീകരിക്കാം എന്നാണ് ആഗ്രഹിക്കുന്നത്. നമ്മള് നേരത്തെ തന്നെ ചിന്തിച്ചതുപോലെ, അറിയുന്നത് പോലെ അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതാവസാനത്തിൽ താൻ കൊല്ലപ്പെടുന്നതിന് തൊട്ടു മുമ്പായി എഴുതിയതായിട്ടുള്ള ലേഖനമാണ് തീമോഥെയോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനം. അപ്പോസ്തലനായ പൗലോസിൻ്റെതായി പിന്നീട് എഴുതിയ മറ്റൊരു ലേഖനവും തിരുവചനത്തിൽ നമുക്ക് ലഭ്യമല്ല, എഴുതിയതായിട്ട് അറിയപ്പെടുന്നുമില്ല. ഈ ലേഖനങ്ങള് എല്ലാം തന്നെ പൗലോസ് അപ്പോസ്തലൻ ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിത്തറ എന്താണെന്ന് ഉറപ്പിക്കുന്നതായിട്ടുള്ള ലേഖനങ്ങളാണ് പൗലോസ് അപ്പോസ്തലന്റെ എല്ലാ ലേഖനങ്ങളും. പൗലോസ് അപ്പോസ്തലന്റെ ലേഖനങ്ങൾ കൂടാതെ ഇരുന്നെങ്കിൽ പുതിയ നിയമം സുവിശേഷങ്ങളും അപ്പോസ്തല പ്രവൃത്തിയും അതുപോലെ പത്രോസിന്റെയും യോഹന്നാന്റെയും ലേഖനവും വെളിപ്പാടും ഒക്കെ മാത്രമേ ഉണ്ടാകുമായിരുന്നുള്ളൂ. എന്നാൽ ക്രിസ്തീയ വിശ്വാസം എന്താണെന്ന് വ്യക്തമായി വിവരിക്കുന്ന ലേഖനങ്ങളാണ്. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അപ്പോസ്തലനായ പൗലോസിന് പ്രത്യേക വെളിപ്പാടിനാൽ മർമ്മം വെളിപ്പെടുത്തി അത് നമുക്ക് ലഭിച്ചിരിക്കുന്നതാണ് പൗലോസിന്റെ ലേഖനങ്ങളെല്ലാം തന്നെ. എന്നാൽ ഈ 4-ാമത്തെ ലേഖനം 2 തീമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം വളരെ പേഴ്സണലായിട്ട് തന്റെ ജീവിതവും സാക്ഷ്യവും ഒക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതായിട്ടുള്ള ഒരു ലേഖനമാണ്. നമുക്കറിയാവുന്നതുപോലെ പൗലോസ് അപ്പോസ്തലന്റെ 3 മിഷണറി യാത്രകളെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തിയിൽ നാം പഠിക്കുന്നു. 3-ാമത്തെ മിഷണറി യാത്രയുടെ അവസാന ഭാഗത്ത് താൻ യെരുശലേമിൽ വെച്ച് യഹൂദന്മാരെ അൽപ്പിടിക്കപ്പെടും. യെരുശലേമിലേക്ക് ഒരു ധർമ്മശേഖരവുമായി പല പ്രാദേശിക സഭകളിലെ പ്രതിനിധികളും ഒന്നിച്ച് എത്തിയതായിട്ടുള്ള പൗലോസ് അപ്പോസ്തലനെ
ആ ദേവാലയത്തിൽ വെച്ച് തന്നെ ത്രോഫിമോസിനെ കൂടെ കണ്ടു. അതുകൊണ്ട് ഒരു അന്യജാതിക്കാരനെ യെരുശലേം ദേവാലയത്തിൽ കയറ്റി എന്നുള്ള ആരോപണം ഇളക്കി വിട്ട് ആസ്യയിൽ നിന്ന് വന്ന യഹൂദന്മാർ, പക്ഷെ അവർ എഫെസോസുകാർ തന്നെ ആയിരിക്കാം, ആസ്യയിൽ നിന്ന് വന്ന യഹൂദന്മാർ പൗലോസ് അപ്പോസ്തലനെതിരായി വലിയ കലഹം ഉണ്ടാക്കി, പുരുഷാരത്തെ ഇളക്കി. അങ്ങനെ പുരുഷാരം പൗലോസിനെ പിടിച്ച് കൊല്ലുവാനായിട്ട് തുടങ്ങുമ്പോൾ, അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഹസ്രാധിപനായ ലൂസിയാസ് ചെന്ന് പൗലോസിനെ അവിടെ നിന്ന് വിടുവിച്ച് കോട്ടയിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ നിന്നുകൊണ്ട് പൗലോസ് ജനക്കൂട്ടത്തെ വീണ്ടും അഭിസംബോധന ചെയ്യുന്നു. എന്നാൽ വീണ്ടും ബഹളം ഉണ്ടാവുകയും പൗലോസിനെ വീണ്ടും തടവില് പാർപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള സമയത്താണ് പൗലോസിനെ പെട്ടെന്ന് കൊന്നുകളയുവാനായിട്ട് ഒരു പദ്ധതി യഹൂദന്മാരെ തയ്യാറാക്കി. അവര് പൗലോസിനെ കൊല്ലാതെ തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല എന്നൊരു ശപഥം ചെയ്തു. പൗലോസിനെ വിചാരണയ്ക്കായിട്ട് വീണ്ടും കൊണ്ടുവരണമെന്ന് സഹസ്രാധിപനോട് ആവശ്യപ്പെട്ട് കൊണ്ടുവരുന്ന വഴിക്ക് ചാടി വീണ് കൊലപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. എന്നാൽ ഇത് പൗലോസിന്റെ സഹോദരിയുടെ മകൻ വിവരം അറിയുകയും സഹസ്രാധിപനെ ചെന്ന് വിവരം അറിയിക്കുകയും ചെയ്തു. അങ്ങനെ രാത്രിയിൽ തന്നെ, അതേ ദിവസം രാത്രിയിൽ തന്നെ വലിയ പട്ടാളക്കാരുടെ അകമ്പടിയോടുകൂടെ പൗലോസിനെ കൈസരിയയിൽ, റോമൻ ഗവർണർ താമസിക്കുന്ന സ്ഥലമാണ്, യെരുശലേമിൽ നിന്നും കുറച്ച് നാഴിക ദൂരമുള്ള കൈസരിയയിലേക്ക് രാത്രിയിൽ തന്നെ കൊണ്ടുപോയി. അവിടെ ഫേലിക്സ്, ഫെസ്തോസ്, അഗ്രിപ്പാവ് എന്നീ നാടുവാഴികളുടെ മുമ്പാകെ താൻ വിചാരണ ചെയ്യപ്പെട്ടു. എന്നാൽ തന്നെ തിരിച്ച് യെരുശലേമിലേക്ക് കൊണ്ടുവരണം എന്ന് ഫെസ്തോസിനോട് ചിലർ ആവശ്യപ്പെടുകയും ഫെസ്തോസ് അത് പൗലോസിനോട് ചോദിക്കുകയും ചെയ്തതുകൊണ്ട് വീണ്ടും യെരുശലേമിലേക്ക് വരുന്നത് അപകടമെന്ന് മനസ്സിലാക്കി പൗലോസ് കൈസറുടെ അഭയം ചൊല്ലുന്നു. കൈസറിന്റെ മുമ്പിൽ ഞാൻ നിൽക്കേണ്ടതാകുന്നു, കാര്യം താൻ റോമാ പൗരനായതുകൊണ്ട് തന്റെ കേസ് കൈസറുടെ മുമ്പിൽ വാദിക്കുവാൻ, പ്രസന്റ് ചെയ്യുവാൻ തനിക്കൊരു അവകാശമുണ്ട്. ആ അവകാശം പൗലോസ് പ്രയോജനപ്പെടുത്തുന്നു. അങ്ങനെ കൈസറെ അഭയം ചൊല്ലിയ കൊണ്ട് പൗലോസിനെ കൈസറയിൽ നിന്നും മറ്റ് പടയാളികളോട് കൂടെ യൂലിയോസ് എന്ന് പറയുന്ന ഒരു ശതാധിപനെയും ഏൽപ്പിച്ച് പടയാളികളുമായിട്ട് റോമയിലേക്ക് അയക്കും. റോമയിലേക്ക് അയക്കുമ്പോൾ ആ പോകുന്ന കപ്പൽ യാത്രയിലാണ് വലിയ കൊടുങ്കാറ്റ്, ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് അടിച്ചു, കപ്പൽ മുങ്ങി, കപ്പൽ തകർന്നു, മുങ്ങി. അവരെ രക്ഷപ്പെട്ട മെലിത്ത എന്ന ദ്വീപില് പ്രവേശിച്ചു. അവിടെ നിന്നും പൗലോസ് വീണ്ടും പൗലോസിനെയും കൊണ്ട് കപ്പൽ കയറി റോമിൽ എത്തിക്കുന്നു. റോമിൽ ചെല്ലുമ്പോൾ അവിടെ വിചാരണയ്ക്കുള്ള സമയം വരുന്നത് വരെയും പൗലോസിന് പടയാളികളോട് കൂടെ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ പാർക്കുവാനായിട്ടുള്ള അനുവാദം ലഭിക്കുന്നു. അങ്ങനെയാണ് അപ്പോസ്തല പ്രവൃത്തി അവസാനിക്കുന്നത്. അപ്പോ ആദ്യത്തെ 3 മിഷണറി യാത്രയും ഈ അറസ്റ്റും അവിടെ നിന്ന് റോമയിലേക്കുള്ള യാത്രയും കപ്പൽ ഛേദവും പൗലോസ് കൂലിക്ക് വാങ്ങിയ വീട്ടിൽ പാർക്കുന്നു എന്ന് പറഞ്ഞാണ് അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായം അവസാനിക്കുന്നത്. അപ്പൊ 3 മിഷണറി യാത്രകളെ കുറിച്ച് മാത്രമേ അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് വിവരം ലഭിക്കുന്നുള്ളൂ. എന്നാൽ പൗലോസ് 4മതൊരു മിഷണറി യാത്രയും നടത്തിയതായിട്ട് വേദപുസ്തകത്തിൽ നിന്ന് തന്നെ നമുക്ക് ചില ലേഖനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പ്രത്യേകിച്ചും തീത്തോസിന്റെ ലേഖനത്തില് പൗലോസ് പറയുന്നു, തീത്തോസിനോട് പറയുന്നു, ഞാൻ നിന്നെ ക്രേത്തയിൽ വിട്ടേച്ചു പോകുന്നത് ശേഷിച്ച കാര്യങ്ങളെ ക്രമത്തിലാക്കേണ്ടതിനാണെന്ന് പറയുന്നു. എന്നാൽ ഈ 3 മിഷണറി യാത്രയിലും താൻ പോകാത്തൊരു സ്ഥലമാണ് ക്രേത്ത എന്ന് പറയുന്ന ദ്വീപ്. അപ്പൊ ക്രേത്തയിൽ താൻ ചെന്നു, തീത്തോസിനെ അവിടെ ആക്കി എന്നുള്ള പരാമർശം തീത്തോസിന്റെ ലേഖനത്തിൽ ഉള്ളത് കൊണ്ട് ഈ 3 മിഷണറി യാത്ര കൂടാതെ 4മതൊരു മിഷണറി യാത്ര നടത്തിയെന്നും ആ സമയത്താണ് ക്രേത്തയിലൊക്കെ പോയതെന്നും മനസ്സിലാക്കുവാനായിട്ട് കഴിയും. കാരണം 3-ാം മിഷണറി യാത്രയുടെ ഒടുവിൽ കൈസറിന്റെ മുമ്പിൽ വിചാരണയ്ക്ക് നിന്ന് അവിടെ നിന്ന് വിട്ടയച്ചു എന്നാണ് കരുതപ്പെടുന്നത്. അതിനുള്ള തെളിവുകളുണ്ട്. ഫിലോമോനുള്ള ലേഖനത്തില്, അത് കാരാഗ്രഹ ലേഖനമാണല്ലോ, റോമയിലെ കാരാഗ്രഹത്തിൽ നിന്നും താൻ ആ ലേഖനം എഴുതുമ്പോൾ ഫിലോമോനോട് പറയുന്നുണ്ട്, എന്നെ വേഗത്തിൽ നിന്റെ അടുക്കൽ ഞാൻ വരുമെന്ന് പ്രത്യാശിക്കുന്നു, ഞാൻ വരുമ്പോൾ എനിക്ക് താമസിക്കാൻ ഒരു ഗസ്റ്റ് റൂം ഒക്കെ ഒരുക്കിക്കൊള്ളുക എന്ന് ഫിലോമോനോട് പറയുന്നുണ്ട്. അതുപോലെ പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിലും താൻ വിട്ടയക്കപ്പെടും എന്നുള്ള ഒരു പ്രതീക്ഷ അവിടെ പുലർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ
ഒന്നാമത്തെ കാരാഗ്രഹവാസത്തിന് ശേഷം താൻ വിട്ടയക്കപ്പെട്ടു എന്നും പിന്നീട് ക്രേത്ത പോലെയുള്ള സ്ഥലങ്ങളിൽ താൻ പോയി എന്നും കരുതപ്പെടുന്നു. മാത്രവുമല്ല, റോമാലേഖനം എഴുതുമ്പോൾ തനിക്ക് സ്പെയിനിലേക്ക് പോകുന്ന കാര്യത്തെ കുറിച്ച് ഞാൻ സ്പെയിനിലേക്ക് പോകുമ്പോൾ ആ വഴിയായിട്ട് റോമയിലേക്ക് വരാം എന്ന് റോമാലേഖനം 16-ാം അധ്യായത്തില് റോമർക്കുള്ള ലേഖനത്തില് താൻ എഴുതുന്നുണ്ട്. അപ്പൊ പിന്നീട് ഈ 4-ാമത്തെ യാത്രയില് അപ്പോ സ്പെയിനിലും റോമയിലും ക്രേത്ത പോലെയുള്ള സ്ഥലങ്ങളിലും താൻ പോയി എന്ന് കരുതപ്പെടുന്നു. ഞാൻ ഇത്രയും പശ്ചാത്തലം പറഞ്ഞതിന്റെ കാരണം പൗലോസിന്റെ 2ാമത്തെ അറസ്റ്റും 2ാമത്തെ കാരാഗ്രഹവാസവും ആ സമയത്താണ് ഈ തീമോഥെയോസിനുള്ള 2ാമത്തെ ലേഖനം എഴുതുന്നത്. 2ാമത്തെ അറസ്റ്റ് സംഭവിക്കുന്നത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിച്ചതുപോലെ ത്രോവാസിൽ വെച്ചാണെന്ന് കരുതപ്പെടും. കാരണം 2 തീമോഥെയോസ് 4-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തില് പൗലോസ് തീമോഥെയോസിനോട് പറയുന്നു, ഞാൻ ത്രോവാസിൽ കർപ്പോസിന്റെ പക്കൽ വെച്ചേച്ചു പോന്ന പുതപ്പും പുസ്തകങ്ങളും വിശേഷാൽ ചർമ്മലിഖിതങ്ങളും നീ വരുമ്പോൾ കൊണ്ടുവരിക. അപ്പോ പൗലോസ് ഒരാളിനെ റോമാക്കാർ അറസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം പിടിച്ചെടുക്കും. അത് അവരുടെ ഒരു പതിവായിരുന്നു. അതുകൊണ്ട് പൗലോസ് ഈ അറസ്റ്റ് പ്രതീക്ഷിച്ചു. കാരണം താന് ഈ 4-ാമത്തെ മിഷണറി യാത്രയിൽ ഇങ്ങനെ ത്രോവാസിലും ഒക്കെ ആയിരിക്കുന്ന സമയത്ത് അന്ന് റോം ഭരിക്കുന്ന ചക്രവർത്തിയുടെ പേര് നീറോ കൈസർ എന്നാണ്. നീറോ ഒരു ക്രിസ്ത്യാനികളെ വളരെയധികം പീഡിപ്പിച്ചതായിട്ടുള്ള ഒരു ചക്രവർത്തി ആയിരുന്നു. മാത്രമല്ല, നീറോ ഒരു മാനസിക രോഗമുള്ള വ്യക്തിയായിരുന്നു എന്നുമാണ് പറയപ്പെടുന്നത്. കാരണം ക്രിസ്ത്യാനികളെ ഏറ്റവും അധികം പീഡിപ്പിച്ചു. നീറോയുടെ കാലത്താണ് റോം നഗരം കത്തിയെരിഞ്ഞത്. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, റോമ നഗരം കത്തിയെരിയുമ്പോൾ നീറോ വീണ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ നീറോ ഒരു മാനിയാക്ക്, ഒരു സം സോർട്ട് ഓഫ് ലുണാറ്റിക്, എന്തോ ഒരു മാനസിക രോഗമുള്ള വ്യക്തിയായിരുന്നു എന്നാ പറയപ്പെടുന്നത്. അത് ആ മാനസിക രോഗം കൂടി വന്നപ്പോഴത്തേക്ക് താൻ ക്രൂരനായി തീർന്നു. പ്രത്യേകിച്ചും വിശ്വാസികളെ വിളക്ക് കാലുകളിൽ ചേർത്ത് കെട്ടി അവരെ തുണി കൊണ്ട് ചുറ്റി അവരുടെ ദേഹത്തേക്ക് എണ്ണ ഒഴിച്ച് ജീവനോട് കത്തിക്കുന്ന വിനോദം തന്നെ ആ നീറോയ്ക്കുണ്ടായിരുന്നെന്നാ പറയും. ഒരു വ്യക്തിയെ ഒരു വിളക്ക് കാലുകളിലേക്ക്, ലാമ്പ് പോസ്റ്റുകളിലേക്ക് കെട്ടിയിട്ട് അവരെ ചേർത്ത് തുണി ചുറ്റി എണ്ണ ഒഴിച്ച് കത്തിക്കുക. ഇതൊക്കെ കണ്ട് താന് ആനന്ദിച്ചിരുന്നെന്നാ പറയും. ആ സമയത്ത് കുതിരവണ്ടിയിലൊക്കെ അതുവഴി പോയി, അന്നേരം വലിയ വസ്ത്രം പോലും ധരിക്കാതെ കുതിരവണ്ടിയിലൊക്കെ പോയി ഈ ആളുകളെ കത്തിയെരിയുന്നത് കണ്ട് ആനന്ദിച്ചിരുന്ന വ്യക്തിയായിരുന്നു എന്നും ചിലരൊക്കെ പറയപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു നീറോ. അപ്പോ നീറോയുടെ കാലഘട്ടത്തിൽ നീറോ ഈ റോമാൻ നഗരത്തിന് തീരെ വെച്ചത് ക്രിസ്ത്യാനികളാണെന്ന് തെറ്റായിട്ട് ക്രിസ്ത്യാനികളെ ആരോപിച്ചു. കാരണം ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാൻ, അവരെ കൊന്നൊടുക്കുവാൻ താൻ ഒരു വഴി കണ്ടെത്തുകയായി. അങ്ങനെയുള്ള സമയത്താണ് പൗലോസിന്റെ 4-ാമത്തെ മിഷണറി യാത്ര. പൗലോസ് ത്രോവാസിൽ എത്തപ്പെടുന്നു. ഈ 4-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം കഴിഞ്ഞ് 14-ാമത്തെ വാക്യത്തില് നാം കാണുന്നു, ചെമ്പ് പണിക്കാരൻ അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു, അവന്റെ പ്രവർത്തികൾക്ക് തക്കവണ്ണം കർത്താവ് അവന് പകരം ചെയ്യട്ടെ. തീമോഥെയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ പറയുന്നുണ്ട്, അലക്സാണ്ടറും 1-ാം അധ്യായത്തിന്റെ 1 തീമോഥെയോസ് 1:19-20 ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോയി. ഹുമനയോസും അലക്സാണ്ടറും ഈ കൂട്ടത്തിലുള്ളവർ ആകുന്നു. അവർ ദൂഷണം പറയാതിരിപ്പാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പോ സാത്താനെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ they were excommunicated from the church. അവരെ സഭയിൽ നിന്ന് പുറത്താക്കി. അവര് പൗലോസിനെതിരെ ഒത്തിരി പ്രവർത്തിച്ച മനുഷ്യർ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ചെമ്പ് പണിക്കാരനായ അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു. അപ്പൊ അതിനെക്കുറിച്ച് ചരിത്രകാരന്മാർ ചിന്തിക്കുന്നത്, ഈ അലക്സാണ്ടർ എന്ന് പറയുന്ന വ്യക്തിയാണ് പൗലോസിനോട് എതിർത്ത് നിന്നും പൗലോസ് കൂട്ടായ്മയിൽ നിന്നും അദ്ദേഹത്തെ പുറത്താക്കി കുറെ നാളത്തേക്ക്, ഹ്യൂമനിയോസും അലക്സാണ്ടറിനെയും. അപ്പൊ അലക്സാണ്ടർ വളരെ കോപിഷ്ഠനായി പൗലോസിനെതിരെ പ്രവർത്തിക്കാനായിട്ട്. അപ്പൊ ഈ 4-ാമത്തെ മിഷണറി യാത്രയിൽ പൗലോസ് ത്രോവാസിലൊക്കെ ചെന്നപ്പം പൗലോസിനെ ഒറ്റിക്കൊടുത്തത്
ഈ അലക്സാണ്ടർ ആണെന്നാണ് ചിലരെങ്കിലും ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് വളരെ ദോഷം ചെയ്തു എന്ന് പറയുന്നത്. ഈ അലക്സാണ്ടർ പൗലോസിനെ ഒറ്റിക്കൊടുത്തപ്പോ പൗലോസിന് അറസ്റ്റ് ഉണ്ടാകുമെന്ന് ഒരു മുൻകൂർ അറിവ് ലഭിച്ചപ്പം തന്റെ കയ്യിലുണ്ടായിരുന്ന പുസ്തകവും പുതപ്പും ചർമ്മലിഖിതങ്ങളും തിരുവചനത്തിന്റെ തോലുകളിൽ എഴുതിയ പ്രതികള് അത് കർപ്പോസിന്റെ പക്കൽ ഏൽപ്പിച്ച് അല്ലെങ്കിൽ ഈ പടയാളികൾ തന്നെ അറസ്റ്റ് ചെയ്യുമ്പോൾ അത് പിടിച്ചെടുക്കും. അതുകൊണ്ട് അതാണ് അവിടെ വെച്ചിരിക്കുന്നത്. ഇപ്പൊ തീമോഥെയോസിനോട് പറയുകയാണ്, നീ വരുമ്പോൾ എന്റെ പുതപ്പും പുസ്തകങ്ങളും ചർമ്മലിഖിതങ്ങളും കൊണ്ടുവരിക എന്ന് പറയുന്നു. അത് മാത്രമല്ല പറയുന്നു, ശീതകാലത്തിന് മുമ്പ് നീ വരുവാനായിട്ട് ശ്രമിക്കുക. അപ്പൊ വിന്റർ അടുത്ത് വരുന്നുണ്ട്. തന്നെയല്ല, ആദ്യത്തെ തവണത്തെ കാരാഗ്രഹവാസം പോലെ അല്ല ഇപ്പോഴത്തെ കാരാഗ്രഹവാസം. ആദ്യത്തെ തവണത്തെ കാരാഗ്രഹവാസത്തിൽ താൻ കൂലിക്ക് വാങ്ങിയ ഒരു റെന്റഡ് ഹൗസിൽ പടയാളികളോടുകൂടെ വേറിട്ട് താമസിക്കുവാനും തന്നെ കാണാൻ വരുന്നവരെ സ്വീകരിപ്പാനും സംസാരിപ്പാനും എല്ലാം വളരെ സ്വാതന്ത്ര്യമുള്ള ഒരു കാരാഗ്രഹവാസമാണ് അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായത്തില് നാം കാണുന്നതായിട്ടുള്ള ഫസ്റ്റ് ഇംപ്രിസൺമെന്റ് അല്ലെങ്കിൽ ഒന്നാമത്തെ കാരാഗ്രഹവാസം. എന്നാൽ രണ്ടാമത്തെ കാരാഗ്രഹവാസം നീറോ ചക്രവർത്തി അറസ്റ്റ് ചെയ്യിപ്പിച്ചാണല്ലോ. അപ്പോൾ ഇന്നും നിലനിൽക്കുന്ന ഒരു കാരാഗ്രഹം റോമയിലുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ നാം നേരത്തെ ചിന്തിച്ചതാണ്, ഒരുമിച്ച് സംസാരിച്ചതാണ്. മാമത്തായിൻ ഡെൻസിയോൻ എന്ന് പറയുന്ന ഒരു കുഴി പോലെയുള്ള ഡാർക്ക് ആൻഡ് ഡാംപ് പ്രിസൺ എന്ന അതിനെക്കുറിച്ച് പറയുന്നത്. ഇരുണ്ടതുമാണ്, ഈർപ്പമുള്ള, അങ്ങനെയുള്ള തറയുള്ളതായിട്ടുള്ള ഒരു, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു നിലവറക്കുഴി പോലെയുള്ള ഒരു കാരാഗ്രഹത്തിലാണ്, ഒരു ജയിലിലാണ് താനിപ്പോ ആയിരിക്കുന്നത്. അവിടെ ഇനി തണുപ്പ് വരുമ്പോഴത്തേക്കും പൗലോസ് അല്ലേ, വേറെ വസ്ത്രങ്ങളൊന്നും ഇല്ലാതെ താൻ തണുത്ത് വിറയ്ക്കും. അതുകൊണ്ട് നീ എത്രയും ശീതകാലത്തിന് മുമ്പ് വരുവാൻ, അതുകൊണ്ടാണ് നീ വേഗത്തിൽ എൻ്റെ അടുക്കൽ വരുവാൻ ഉത്സാഹിക്കാൻ പറയുന്നത്. അപ്പൊ ശീതകാലത്തിന് മുമ്പ് ഈ പുതപ്പെന്ന് പറയുന്നത് ഒരു ഒറ്റ കുപ്പായമാണെന്നാ പറയുന്നത്. കഴുത്ത് തൊട്ട് താഴെ വരെ ഇടാവുന്ന ഒരു ഒറ്റ കുപ്പായം, അതുകൂടെ കൊണ്ടുവരിക. അതുപോലെ തിരുവചനത്തിന്റെ പ്രതികൾ കൊണ്ടുവരിക, തന്റെ പുസ്തകങ്ങളൊക്കെ കൊണ്ടുവരിക എന്ന് തീമോഥെയോസിനോട് ആവശ്യപ്പെടും. മാത്രവുമല്ല, ഈ രണ്ടാം കാരാഗ്രഹവാസത്തില് എന്താണ് സംഭവിച്ചത്? നമുക്ക് പൗലോസ് 2 തീമോഥെയോസ് 1:15 പറയുന്നു, ആസ്യക്കാർ എല്ലാവരും എന്നെ വിട്ടു പോയി കളഞ്ഞു എന്ന് നീ അറിയുന്നുവല്ലോ. ഫുഗലോസും ഹെർമഗനോസും ആ കൂട്ടത്തിൽ ഉള്ളവർ ആകും. ആസ്യക്കാർ എല്ലാവരും എന്ന് പറഞ്ഞാൽ എഫെസോസിൽ നിന്നും മറ്റുമുള്ള വിശ്വാസികൾ അവര് റോമയിലുണ്ടായിരുന്നു. പക്ഷേ അവര് പൗലോസിനെ കാണാൻ കൂട്ടാക്കിയില്ല. ഒന്ന് പോയി കാണാനോ എന്തെങ്കിലും ഒരു ശുശ്രൂഷ ചെയ്യുവാനോ ഒന്നും അവർ കൂട്ടാക്കിയില്ല. ഒരു പക്ഷേ നീറോ കൈസറാണ് ഭരിക്കുന്നത്. ഇങ്ങനെ ഒരു തടവുകാരനെ കാണാൻ ചെന്നാൽ അവരെ കൂടെ പിടിച്ച് അകത്തിടുമെന്നുള്ള ചിന്തയായിരിക്കാം അവർ ചെല്ലാൻ ഒരു കാരണം. മാത്രമല്ല, പൗലോസിനെ ഏത് തടവിലാണ് പാർപ്പിച്ചിരിക്കുന്നത് എന്നൊരു പക്ഷേ കണ്ടെത്താനും ബുദ്ധിമുട്ടാണ്. കാരണം താഴോട്ട് വരുമ്പോൾ പറയുന്നുണ്ട്, ഒനേസിഫോരസിനെ കുറിച്ച് 16-ാമത്തെ വാക്യത്തിൽ പറയുന്നു, 1:16 പലപ്പോഴും എന്നെ തണുപ്പിച്ചവനായ ഒനേസിഫോരസിന്റെ കുടുംബത്തിന് കർത്താവ് കരുണ നൽകുമാറാകട്ടെ. അവൻ എന്റെ ചങ്ങലയെ കുറിച്ച് ലജ്ജിക്കാതെ ഞാൻ റോമയിലെത്തിയ ഉടനെ താല്പര്യത്തോടെ എന്നെ തിരഞ്ഞ് കണ്ടെത്തുകയും ചെയ്തു. ആ ദിവസത്തിൽ കർത്താവിന്റെ പക്കൽ കരുണ കണ്ടെത്തുവാൻ കർത്താവ് അവന് സന്നദ്ധി വരുത്തട്ടെ. അപ്പൊ അവനും എഫെസോസുകാരനാണ്. എഫെസോസിൽ വെച്ച് അവൻ എനിക്ക് എന്തെല്ലാം ശുശ്രൂഷ ചെയ്തു എന്ന് നീ നല്ലവണ്ണം അറിയുന്നുവല്ലോ. അപ്പൊ ഈ ഒനേസിഫോരസ് റോമയിൽ എത്തിയ ഉടനെ പൗലോസിനെ തെരഞ്ഞ് അന്വേഷിച്ച് ഏത് ജയിലിലായിട്ടിരിക്കുന്നതെന്ന് അന്വേഷിച്ച് ചെന്ന് കണ്ടെത്തി പൗലോസിനെ ശുശ്രൂഷ ചെയ്തു. അപ്പൊ ഒനേസിഫോരസിന് കർത്താവ് ആ ദിവസത്തിൽ കരുണ നൽകട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ മറ്റ് ആസ്യക്കാരൊന്നും തന്നെ കാണുവാനായിട്ട് ചെന്നില്ല. മാത്രമല്ല, 4-ാം അധ്യായത്തിൽ നമുക്കറിയാം, ഇവിടെ പറയുന്നു, വേഗത്തിൽ എന്റെ അടുക്കൽ വരുവാൻ ഉത്സാഹിക്കും. 9-ാമത്തെ വാക്യം, ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, കഴിഞ്ഞ തവണയും നമ്മൾ പറഞ്ഞ ദേമാസിന് എന്തെങ്കിലും ലോകസ്നേഹം ഉണ്ടാകാനുള്ള എന്തെങ്കിലും കാരണം തെസ്സലോനിക്കയില് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് തെസ്സലോനിക്കയിലേക്ക് പോയതെന്ന്. ഒരുപക്ഷെ താന് ഇഷ്ടപ്പെട്ട വിവാഹം കഴിക്കാൻ തീരുമാനിച്ച ഒരു പെൺകുട്ടി തെസ്സലോനിക്കയിൽ കാണും. ആ വിവാഹത്തിന് വേണ്ടി പോയതായിരിക്കാം. എന്തോ ആണ് നമുക്കറിയില്ല.
ഇതൊക്കെ പലരും പറയുന്ന ഊഹങ്ങൾ മാത്രമാണ്. എങ്കിലും എന്തോ ലോകസ്നേഹം തന്നെ തെസ്സലോനിക്കയിലേക്ക് അയച്ചു. ദേമാസ ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. മാത്രമല്ല ക്രെസ്കോസ് ഗലാത്യയ്ക്കും തീത്തോസ് ദൽമാത്യയ്ക്കും പോയി. ഒരു പക്ഷെ അവരെ ശുശ്രൂഷയ്ക്കായിട്ട് ഗലാത്യയിലേക്കും ദൽമാത്യയ്ക്കും പോയതായിരിക്കും. പിന്നെ ലൂക്കോസ് മാത്രമേ എന്നോട് കൂടെ ഉള്ളൂ, മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവനാകയാൽ നീ വേഗത്തിൽ അവനെ കൂട്ടിക്കൊണ്ട് വരിക എന്ന് പറയും. അപ്പോ തികച്ചും he was alone in a lonely prison. Only Luke was with him. ഒരു ഡാർക്ക് ആൻഡ് ഡാം ഡെഞ്ചിയോൻ എന്നാ പറയുന്നത്. ഇരുണ്ട തണുത്തുറഞ്ഞ തറയുള്ള ഒരു വലിയ കുഴി പോലെയുള്ള ഒരു കാരാഗ്രഹത്തിൽ സഹായത്തിന് ലൂക്കോസ് മാത്രമേ ഉള്ളൂ. ലൂക്കോസ് ആയിരിക്കും ഈ 2 തിമത്തി എഴുതിയതെന്നാണ് പറയുന്നത്. പൗലോസ് പറഞ്ഞു കൊടുത്തു, തീമത്തിയോസ് അത് എഴുതി എന്ന് കരുതപ്പെടും. അപ്പൊ ആരും കൂടില്ല, സഹായത്തിന് ആരും ഇല്ല. വിശ്വാസികൾ എന്ന് പറയുന്നവരാരും തിരിഞ്ഞു നോക്കുന്നില്ല. റോമയിലെ പല വിശ്വാസികളുണ്ട്, അവർ വരുകയോ സഹായിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. എന്റെ 1ാം പ്രതിവാദത്തിൽ എനിക്കാരും തുണ നിന്നില്ല എന്ന് പറയുന്നു. ഫസ്റ്റ് ഡിഫൻസിന് ആദ്യത്തെ വിചാരണയ്ക്ക് ഹാജരാക്കിയപ്പം കൂടെ ആരുമില്ല. ഇനി 2ാമത്തെ വിചാരണ ഇപ്പൊ ഉടനെ കഴിയും. അത് കഴിഞ്ഞ് മോസ്റ്റ് പ്രോബബ്ലി ഹി വിൽ ബി എക്സിക്യൂട്ടഡ്. പൗലോസ് അപ്പോസ്തലന് അവിടെ വധശിക്ഷ ഏൽക്കേണ്ടി വരും. റോമ പൗരനായതുകൊണ്ട് തന്നെ ക്രൂശിക്കത്തില്ല. റോമ പൗരനായതുകൊണ്ട് ക്രൂശീകരണത്തിൽ കൂടെ കൊല്ലത്തില്ല. അതുകൊണ്ട് പൗലോസിനെ ശിരച്ഛേദം ചെയ്തു എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ 1ാമത്തെ മിഷണറി യാത്ര AD 62 1ാം കാരാഗ്രഹവാസം AD 62 63 കാലഘട്ടത്തിലായിരുന്നെങ്കിൽ പിന്നീട് ഒരു 4 വർഷം കൂടെ കഴിഞ്ഞാണ് ഈ 2ാം കാരാഗ്രഹവാസം. അപ്പൊ AD 67 ആയിരിക്കും എന്ന് കരുതപ്പെടുന്നു. 67 68 താന് ശിരച്ഛേദം ചെയ്ത് കൊല്ലപ്പെടുന്നു. അപ്പൊ അതിന് തൊട്ട് മുമ്പായിട്ട് എഴുതിയതായിട്ടുള്ള ഒരു ലേഖനമാണ് തീമത്തിയോസിന്റെ ലേഖനം എന്ന് പറയുന്നത്. ഇത് അതിന്റെ ബാക്ക്ഗ്രൗണ്ട്, പശ്ചാത്തലം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുവാൻ, നമ്മൾ ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് പൗലോസിന്റെ വാക്കുകളെ ശ്രദ്ധിക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിന്റെ ശരിയായ അർത്ഥം, അതിന്റെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇവിടെ പൗലോസ് എന്താണ് തീമത്തിയോസിനോട് പറയുന്നത്? ഇവിടെ പറയുന്നു, ക്രിസ്തുയേശുവിന്റെ ക്രിസ്തുയേശുവിനുള്ള ജീവന്റെ വാഗ്ദത്ത പ്രകാരം ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ്. തന്റെ അപ്പോസ്തലത്വത്തെ പലരും ചോദ്യം ചെയ്തപ്പോൾ അതിന് ഒരു മറുപടി അവസാന നിമിഷത്തിലും പറയുകയാണ്, ഐ ബിക്കേം ആൻ അപ്പോസ്റ്റൽ ബൈ ദ വിൽ ഓഫ് ഗോഡ്. ഞാൻ ദൈവത്തിന്റെ ഇഷ്ടം കൊണ്ടൊരു അപ്പോസ്തലനായി തീർന്നതാണ്. അല്ലേ? എന്റെ ഇഷ്ടം കൊണ്ടല്ല, മറ്റാരെങ്കിലും എന്നെ അങ്ങനെ ആക്കി തീർത്തതല്ല. ദൈവത്തിന്റെ ഇഷ്ടത്താൽ ആ ജീവന്റെ വാഗ്ദത്വം എനിക്ക് ലഭിച്ചത് കൊണ്ട് ഞാൻ അപ്പോസ്തലനായി തീർന്നു. അപ്പോസ്തലനായ പൗലോസ്, വിശ്വാസത്തിൽ നിത്യപുത്രനായ പൗലോസ് പ്രിയ മകനായ തീമത്തിയോസിന് എഴുതുന്നതെന്നാണ് പറയുന്നത്. എന്നിട്ട് തന്റെ സാധാരണ ഗ്രീറ്റിംഗ്, പിതാവായ ദൈവത്തിങ്കിൽ നിന്നും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ നിന്നും നിനക്ക് കൃപയും കനിവും സമാധാനവും ഉണ്ടാകട്ടെ. ആദ്യ എപ്പിസോഡിൽ നാം ചിന്തിച്ചതാണ്, പൗലോസ് കൃപയും സമാധാനവും എന്ന് മാത്രമേ സാധാരണ ലേഖനങ്ങളിൽ എഴുതാറുള്ളൂ. ഇവിടെ ഒരു വാക്കൂടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇതിന്റെ ലേഖനമായതുകൊണ്ടായിരിക്കാം, അല്ലെ? പാസ്റ്ററൽ എപ്പിസൽസ്, ഒരു സഭാ ശുശ്രൂഷകർക്ക് എഴുതുന്ന കത്താണ്, അല്ലെ? തീമത്തിയോസിന്റെയും തീത്തോസിന്റെയും ലേഖനങ്ങള് സഭാ ശുശ്രൂഷ. ഇവിടെ കനിവെന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കനിവെന്നുള്ള വാക്ക് ഉപയോഗിച്ചത്? സഭാ ശുശ്രൂഷകർക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു ഗുണമാണ് കനിവ്. ദൈവത്തിങ്കിൽ നിന്ന് നമുക്ക് കരുണ ലഭിച്ചു, നാം മറ്റുള്ളവർക്കും കരുണ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പൊ കനിവെന്നുള്ള വാക്ക് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. മാത്രമല്ല, തീമത്തിയോസിനെ കുറിച്ചുള്ള തന്റെ ആ കൺസേൺ ഫോർ ദി യങ് തീമത്തിയോസ് സ്വതവേ അല്പം ഭയമുള്ള വ്യക്തി. അതുകൊണ്ടാ ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്ര ദൈവം നമുക്ക് തന്നതെന്ന് 7ാമത്തെ വാക്യത്തിൽ പറയും. ചെറുപ്പക്കാരനാണ്. ഒന്ന് തീമത്തിയോസിൽ പറയുന്നു, ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. ലെറ്റ് നോബഡി ലുക്ക് ഡൗൺ അപ്പോൺ യു ബിക്കോസ് യു ആർ യങ്. ആരും നീ ഒരു ചെറുപ്പക്കാരനായതുകൊണ്ട് നിന്നെ കൊച്ചാക്കാൻ ഇടവരരുത്. ഞാൻ വരുവോളം വായന, പ്രബോധനം, അല്ലെ, എന്നിവയിൽ ശ്രദ്ധിച്ചിരിക്കുക. വിശ്വാസികൾക്ക് നിന്നെ തന്നെ മാതൃകയാക്കി കാണിക്കാം എന്നൊക്കെ തീമത്തിയോസിന് എഴുതിയ 1ാം ലേഖനത്തിൽ പറയുന്നുണ്ട്. ഇവിടെ പറയുന്നു, ഞാൻ രാവും പകലും ഇടവിടാതെ നിന്നെ ഓർത്ത്
നിന്റെ കണ്ണുനീര് ഓർത്ത് നിന്നെ കണ്ട് സന്തോഷപൂർണനാകുവാൻ വാഞ്ചിച്ചും കൊണ്ട് നിന്റെ നിർവ്യാജ വിശ്വാസത്തിന്റെ ഓർമ്മ നിമിത്തം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. പൗലോസിനെ ഓർക്കുവാനായിട്ടുള്ളത് ഒരുപക്ഷെ പൗലോസുമായിട്ട് താൻ വേർപിരിഞ്ഞപ്പോൾ തന്നെ ഇപ്പോൾ എഫെസോസിലെ സഭയിലെ ശുശ്രൂഷകനാക്കിയിരിക്കും. 3 വർഷക്കാലം പൗലോസ് എഫെസോസിലെ സഭയില് ശുശ്രൂഷ ചെയ്ത വ്യക്തിയാണ്, അല്ലെ? പൗലോസ് തന്നെ പറയുന്നുണ്ട്, ഞാൻ കണ്ണുനീർ വാർത്തുകൊണ്ട്, അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൽ എഫെസോസിലെ മൂപ്പന്മാരെ വിളിച്ചിട്ട് താൻ പറയുകയാണ്, ഞാൻ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞത് വീടുതോറും വന്ന് ഞാൻ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞത് ഓർത്തുകൊള്ളും. പൗലോസിന്റെ ശുശ്രൂഷയുടെ ഒരു പ്രത്യേകത അതായിരുന്നു. താന് വളരെ ഭാരത്തോടെ, വളരെ ആത്മാർത്ഥതയോടെ, വളരെ പാഷനേറ്റ് ആയിട്ട് തന്റെ ശുശ്രൂഷ. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. വിത്ത് കരഞ്ഞുകൊണ്ട് വിതയ്ക്കുന്നു, കറ്റ ആർപ്പോടെ കൊണ്ടുവരും. പൗലോസിന്റെ കണ്ണുനീര്. അപ്പൊ തീമോഥെയോസും എങ്ങനെ, ഒരു ചെറുപ്പക്കാരൻ പൗലോസ് യാത്ര പറഞ്ഞു പോകുമ്പോഴൊക്കെ അവരെ കരഞ്ഞാണ്. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൽ അവർ കടൽ തീരത്ത് മുട്ടുകുത്തി കെട്ടിപ്പിടിച്ച് കരഞ്ഞാണ് യാത്ര പറയുന്നത്. അത്രമാത്രം ഒരു ക്ലോസ് നെറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അപ്പോസ്തലനായ പൗലോസും തീമോഥെയോസും തമ്മിൽ. അതുകൊണ്ടാണ് നിന്റെ കണ്ണുനീര് ഓർക്കുന്നു. മാത്രമല്ല, അത് നിന്റെ നിർവ്യാജ വിശ്വാസത്തിന്റെ ഇറ്റ് ഈസ് എൻ എക്സ്പ്രഷൻ ഓഫ് യുവർ സിൻസിയർ ഫെയ്ത്ത്. നിന്റെ നിർവ്യാജ വിശ്വാസം നിന്റെ ആ കണ്ണുനീരിലൂടെ കാണുവാനായിട്ട് കഴിയുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയും. എന്നിട്ട് പറയുന്നു, ആ നിർവ്യാജ വിശ്വാസം നിന്നിൽ മാത്രമല്ലായിരുന്നു, നിന്റെ വലിയമ്മയിലും, നിന്റെ വലിയമ്മ ലോബീസിലും അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു, അത് നിന്നിലും ഉണ്ട്. എന്നിട്ട് പറയുന്നു, എന്റെ കൈവപ്പിനാൽ നിനക്ക് ലഭിച്ചതായിട്ടുള്ള കൃപാവരം ഉപേക്ഷയായി വിചാരിക്കാതെ, അല്ലെ? നിന്നിലുള്ള കൃപാവരം, ദൈവത്തിന്റെ കൃപാവരം ജ്വലിപ്പിക്കണം എന്ന് നിന്നെ ഓർമ്മപ്പെടുത്തും. ഈ കൃപാവരം എന്നുള്ള കാര്യത്തെ കുറിച്ച് ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് പറയട്ടെ. വരം തരുന്ന ഗിഫ്റ്റ്സ് ആർ ബീങ് ഗിവൺ ബൈ ദ ഹോളി സ്പിരിറ്റ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നമുക്ക് വരങ്ങൾ തരുന്നത്, അല്ലെ? ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്നാണ്. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളും ഉണ്ട്, വരങ്ങളും ഉണ്ട്. ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് ഉണ്ട്, ഗിഫ്റ്റ് ഓഫ് ദ സ്പിരിറ്റ് ഉണ്ട്. ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് ഒരു ദൈവ പൈതലിന്, അല്ലെ? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, സൗമ്യത, ഇന്ദ്രിയജയം, ആ കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്നാൽ ഗിഫ്റ്റ് തരുന്ന എന്തിനു വേണ്ടിയാ? 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, ഗിഫ്റ്റ് തരുന്നത് 7-ാമത്തെ വാക്യം. കൃപാവരം ഓരോരുത്തന് ആത്മാവിന്റെ പ്രകാശനം. 1 കൊരിന്ത്യർ 12:7 എന്ന് വായിക്കാമെങ്കിൽ, 1 കൊരിന്ത്യർ 12:7. എന്നാൽ ഓരോരുത്തന് ആത്മാവിന്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു. Now to each one the manifestation of the spirit is given for common good. ഓരോരുത്തർക്കും, ദൈവത്തിന്റെ സഭയിൽ എല്ലാവർക്കും, അല്ലെ, ഇറസ്പെക്റ്റീവ് ഓഫ് ദ പൊസിഷൻസ് ഇൻ ദ ചർച്ച്, സഭയിലെ സ്ഥാനങ്ങള് എന്ത് തന്നെ ആയിക്കോട്ടെ, അൽമാനായിക്കോട്ടെ, ഐമേനി ആയിക്കോട്ടെ, തിരുമേനി ആയിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, ആരായിക്കോട്ടെ, എല്ലാവർക്കും ദൈവം ഓരോ കൃപാവരം തരുന്നു. എന്തിനു വേണ്ടിയാ തരുന്നത്? ആത്മാവിന്റെ പ്രകാശനം. ചിലർക്ക് പാടാനുള്ള വരമായിരിക്കും, ചിലർക്ക് പ്രസംഗിക്കാനുള്ള വരമായിരിക്കും, ചിലർക്ക് മറ്റുള്ളവരെ സഹായിപ്പാനും ശുശ്രൂഷിപ്പാനും ഉള്ള വരമായിരിക്കും, ചിലർക്ക് പരിപാലന വരം എന്നാ പറയുന്നത്. അതിന് ഇംഗ്ലീഷിൽ പറയുന്ന ഗിഫ്റ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. നമ്മൾ അതിനെ ഭരണ നിർവഹണം എന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. ബട്ട് ഇറ്റ്സ് എ ഗിഫ്റ്റ് ഓഫ് സെർവിങ്. ദൈവത്തിന്റെ സഭയിൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള വാക്കില്ല. ലീഡർ മസ്റ്റ് ബി എ സെർവന്റ്, അല്ലേ? സഭയിലെ നേതാവ് എന്ന് പറയുന്നത് അതിനെ സെർവന്റ് ലീഡർഷിപ്പ് എന്ന് പറയും. സഭയിലെ നേതാവ് എന്ന് പറയുന്ന ആള് ദാസനായിരിക്കണം. കർത്താവ് അതാ കാണിച്ചു കൊടുത്തത്, അല്ലേ? യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ പറയുന്നു, ഞാൻ നിങ്ങളുടെ ഗുരുവാ. നിങ്ങളെ ഗുരു നിങ്ങളെ ഇങ്ങനെ സേവിച്ചെങ്കിൽ നിങ്ങളും ഇതുപോലെ അന്യോന്യം സേവിക്കണം. ദാറ്റ് ഈസ് ദ സെർവന്റ് ലീഡർഷിപ്പ്. പാത്രം എടുക്കാനും കാല് കഴുകാനും, അല്ലെ, അരയ്ക്ക് തോർത്ത് കെട്ടാനും ഒക്കെ തയ്യാറാകുന്ന ശുശ്രൂഷയാണ് സഭയിലെ നേതൃത്വ ശുശ്രൂഷകൾ എന്ന് പറയും. എല്ലാവരും സെർവിങ് ദ ചർച്ച്, സെർവിങ് ദ ലോർഡ്, ദൈവത്തിന്റെ സഭയെ സേവിക്കുക. പോട്ടെ, അത് കൃപാവരങ്ങളാണ്. ഇതെല്ലാം എന്തിനു വേണ്ടി നൽകുന്നത്? ആത്മാവിന്റെ പ്രകാശനം എന്നാ പറയും. ആത്മാവ് നമുക്ക് ആ പ്രകാശനം തരുന്നത് ഇറ്റ് ഈസ് ഫോർ ദ കോമൺ ഗുഡ്. സഭയുടെ പൊതുപ്രയോജനത്തിനായിട്ടാണ്
ഇത് നൽകുന്നു, ഓരോരുത്തർക്കും നൽകുന്നു. അതിനെ ജ്വലിപ്പിക്കണമെന്നാ പറയും. അപ്പൊ തീമത്തിയോസിനെ സഭയുടെ ശുശ്രൂഷകനായിട്ട് നിയോഗിക്കുമ്പോൾ തീമത്തിയോസിന്റെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കും, അല്ലേ? അപ്പൊ ഒരു കൃപാവരം, എന്റെ കൈവപ്പിനാൽ നിനക്ക് ലഭിച്ച കൃപാവരം എന്നാ പറയും. ഇപ്പോ അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായത്തിലാണ് ആദ്യത്തെ മിഷണറി യാത്രയ്ക്കായിട്ട് അല്ലേ പൗലോസിനെയും ബർന്നബാസിനെയും അയക്കുമ്പോ എന്താ ചെയ്തത്? അന്ത്യോക്യയിലെ സഭയിലുണ്ടായിരുന്നവര് അവരെ ഒരുമിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു. അപ്പൊ കൈവപ്പിന്റെ പുറകിൽ എന്തോടെ വേണം? ദൈവത്തിന്റെ സഭ ഒരുമനപ്പെട്ട് ഉപവസിച്ച് ആരെ അയക്കുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെയാണ് കൃപാവരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവർക്ക് നൽകുന്നത്. നോട്ട് സിംപ്ലി ബൈ ദ ലേയിങ് ഓഫ് ഹാൻഡ്സ്. കൈവച്ചത് കൊണ്ട് മാത്രം കിട്ടത്തില്ല, അല്ലേ? ആരെങ്കിലും ഒരു പൊസിഷനിലുള്ള പദവിയിലുള്ള ഒരാള് കൈവച്ചത് കൊണ്ട് മാത്രം കൃപാവരം നൽകുന്നതല്ല. പക്ഷേ ദൈവത്തിന്റെ സഭയുടെ പ്രാർത്ഥന അതിന്റെ പിമ്പില് ഉണ്ടായിരിക്കണം. അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായത്തിലെ നാം കാണുന്നു. അപ്പൊ ആ ഒരു പാറ്റേൺ ആദ്യമേ സഭയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്റെ കൈവപ്പിനാൽ നിനക്ക് ലഭിച്ച നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം നൽകുന്ന ദൈവമാണ്. ആ കൃപാവരം 6-ാമത്തെ വാക്യം, 1-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം, അത് കൈവച്ചത് കൊണ്ട് മാത്രം കിട്ടുക മാത്രമല്ല, പിന്നെന്താ സംഭവിക്കുന്നത്? യു ഷുഡ് ഫാൻ ഇൻ ടു ഫ്ലെയിം ദാറ്റ് ദ ഗിഫ്റ്റ് ഇമ്പാർട്ടഡ് അപ്പോൺ യു ബൈ ഗോഡ്. ദൈവം നിനക്ക് തന്ന ആ കൃപാവരത്തെ അത് അങ്ങനെ തന്നെ അങ്ങിട്ടേക്കരുത്. ദൈവം നമ്മളെ പല ഗിഫ്റ്റുകളും ഏൽപ്പിച്ചിട്ടുണ്ട്, അല്ലെ? ജ്വലിപ്പിക്കണമെന്ന് പറഞ്ഞ എന്നെ ഫാൻ ഇൻ ടു ഫ്ലെയിം എന്ന് പറഞ്ഞാൽ ഊതി കത്തിക്കണമെന്ന്, അല്ലെ? കിൻഡിൽ എ ഫ്രഷ് എന്നൊരു വാക്കാ. ആ വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അനാസോ പൂരിയോ എന്നുള്ള വാക്കാണ്, ആ ഗ്രീക്ക് പദം. അത് തീ കത്തിക്കുന്ന പോലെ ഊതി കത്തിക്കും. ഊതി കത്തിക്കുമ്പോഴ് ഒരു തീയെ കത്തിച്ചിട്ട് അത് പിന്നെ തിരിഞ്ഞു നോക്കാതിരുന്ന കുറെ കഴിയുമ്പോ എന്താ സംഭവിക്കും? ഗ്യാസിലെ തീയുടെ കാര്യമല്ല പറയുന്നത്. നമ്മൾ വിറക് കൂട്ടി കത്തിക്കുന്ന തീയെ കത്തിച്ചിട്ട് ഞങ്ങൾ പോവാന്ന് വെച്ചു, കുറെ കഴിയുമ്പോ ആ തീക്ക് എന്തോ സംഭവിക്കും? അത് തന്നെ കിട്ടും. എന്നാൽ അത് എപ്പോഴും ഊതിക്കൊണ്ടിരുന്നാൽ ഫാൻ ഇൻ ടു ഫ്ലെയിം, ഇങ്ങനെ അല്ലേ? നമ്മള് കൊല്ലന്റെ ആലെ പോയാലേ കാണാം എപ്പോഴും ആ ഓല ഇങ്ങനെ അത് കറക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ്, കാറ്റ് ചെല്ലുമ്പോഴാണ് ഈ തീ ആളി കത്തിക്കൊണ്ടിരിക്കുന്നത്. അതേ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിനക്ക് ദൈവം ഒരു കൃപാവരം തന്നിട്ടുണ്ട്, അത് യു ഷുഡ് ഫാൻ ഇൻ ടു ഫ്ലെയിം. അപ്പൊ നമ്മുടെ ഒരു ഉത്തരവാദിത്വമുണ്ട്. ദൈവം നമ്മെ ഏൽപ്പിച്ചതായിട്ടുള്ള ആ കൃപാവരം സ്വയം കത്താനായിട്ട് ഇട്ടേച്ചു പോകരുത്. പ്രാർത്ഥനയിലും വചന ധ്യാനത്തിലും ഒക്കെ ആയിട്ട് അതിനെ കത്തിക്കാനായിട്ട് നീ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കണം എന്നാണ് പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത്. 1-ാം അധ്യായത്തിന്റെ 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങള് നാം കാണുന്നത് നിന്റെ ഉപനിധി കാത്തുകൊള്ളുക എന്നുള്ളതാണ് അവിടെ പറയുന്നത്. 1-ാം അധ്യായത്തില് 12-ാമത്തെ വാക്യം, അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു. അവൻ എന്റെ ഉപനിധി, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു. എന്നോട് കേട്ട പത്യവചനം നീ ക്രിസ്തുവേശുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും മാതൃകയാക്കിക്കൊള്ളുക. ആ നല്ല ഉപനിധി നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചുകൊള്ളുക. അപ്പൊ ഇവിടെ ഉപനിധി എന്ന് പറയുന്നത് എന്താ? ഗുഡ് ഡെപ്പോസിറ്റ്. 2 കാര്യങ്ങൾ ഇവിടെ നാം കാണുന്നു. അവൻ എന്റെ ഉപനിധി എന്ന് പറയും. കർത്താവായ യേശു ക്രിസ്തു, ഹി ഈസ് മൈ ഗുഡ് ഡെപ്പോസിറ്റ്. ഇവിടെ പിന്നെ പറയുന്നു എന്നോട് കേട്ട പത്യവചനം, ആ നല്ല ഉപനിധി നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചുകൊള്ളുക. അപ്പൊ ഉപനിധി എന്നുള്ളതിന് 2 കാര്യങ്ങൾ ഇവിടെ പറയുന്നു. ഒന്ന്, ഗോസ്പൽ ഈസ് ദ ഗുഡ് ഡെപ്പോസിറ്റ്. സുവിശേഷമാണ് നല്ല ഉപനിധി. യേശു ക്രിസ്തു നല്ല ഉപനിധി. 2-ാം അധ്യായത്തില് 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. അപ്പൊ എന്താ നല്ല ഉപനിധി എന്ന് പറയുന്നത്? ജീവന്റെ വചനമായ കർത്താവായ യേശു ക്രിസ്തു, അതാണ് പത്യവചനം എന്ന് പറയുന്നത്. ദാവീദിന്റെ സന്തതിയായി മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന
യേശു ക്രിസ്തു, ആ നല്ല ഉപനിധി, ആ പത്യവചനം, ആ സത്യ സുവിശേഷം നീ നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചു. പൗലോസ് പറയുന്നത് അതാണ്. ആ നല്ല വചനം, ആ സത്യവചനം, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള, യേശു ക്രിസ്തുവിന്റെ ജീവന്റെ വചനം, വചനം ജഡമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തു, അവൻ ദാവീദിന്റെ സന്തതിയായി ജനിച്ചു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. ആ സുവിശേഷം നീ പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചു കൊള്ളുക എന്ന് പറയുന്നു. ഈ 2-ാം അധ്യായത്തില് പൗലോസ് അപ്പോസ്തലൻ നമ്മൾ ചിന്തിച്ച പോലെ എന്തുവാ, ശിരച്ഛേദം ചെയ്യപ്പെടാൻ പോവുകയാണ്, താൻ മരിക്കാനായിട്ട് പോവുകയാണ്. ചില ദിവസങ്ങൾക്കപ്പുറം അത് സംഭവിക്കുമ്പോഴും നേരത്തെ പറഞ്ഞ പോലെ താനെ കൊല ചെയ്യപ്പെടുമെന്നുള്ള ആദിയല്ല. ഇനി എനിക്ക് തീമോഥെയോസിനോട് വേറൊന്നും പറയാനില്ല, അതുകൊണ്ട് പറയാനുള്ളതെല്ലാം അങ്ങ് പറഞ്ഞേക്കാം. ആ പുതപ്പിക്ക് കൊണ്ടുവരണം, പുസ്തകം കൊണ്ടുവരണം, അതൊന്നും അല്ല പൗലോസിനെ നയിക്കുന്നത്. പിന്നെന്താ? വാട്ട് വാസ് ദ മെയിൻ കൺസേൺ ഓഫ് പോൾ? എന്തായിരുന്നു പൗലോസിന്റെ പ്രധാന ഭാരം എന്ന് പറയുന്നത്? പൗലോസ് അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിലും അതാ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന കൊടിയ ചെന്നായ്ക്കൾ. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൽ എഫെസോസിലെ എൽഡേഴ്സിനെ, മൂപ്പന്മാരെ മിലേത്തോസിലേക്ക് വിളിച്ചു വരുത്തി അവരോട് സംസാരിക്കുമ്പോൾ പറയുകയാണ്, ഞാൻ പോയ ശേഷം വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന, ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ, they will rise up from among you, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ എഴുന്നേൽക്കും. അവര് വിപരീത ഉപദേശം കൊണ്ടുവരും. അതുകൊണ്ട് നീ എപ്പോഴും സത്യവചനത്തെ, ആ നല്ല ഉപനിധിയെ നീ സൂക്ഷിക്കണം, നീ അത് മറ്റുള്ളവർക്ക് കൊടുക്കണം. അതാണ് എപ്പോഴും പറയുന്നത്. ദൈവവചനം എന്നുള്ളത് എവിടെയെല്ലാം പറയുന്നുണ്ടെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇപ്പൊ നമ്മൾ കണ്ട 12-ാമത്തെ 13-ാമത്തെ വാക്യത്തിലും ഒക്കെ പത്യവചനം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് 2-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത്? എന്റെ മകനെ, ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്കുക. എന്നോട് കേട്ട പത്യവചനം you should entrust to reliable men so that they can pass it on to others. അവരെ ഏൽപ്പിക്കണം, അവരെ ഭരമേൽപ്പിക്കണം. പത്യവചനത്തെ, സത്യസുവിശേഷത്തെ, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തു എന്ന സത്യവചനത്തെ, ആ ജീവന്റെ വചനത്തെ, അതിനെക്കുറിച്ച് നീ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുവാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യർ. അപ്പൊ സാമർത്ഥ്യം ഉണ്ടായാൽ മാത്രം പോരാ, പിന്നെ അവരാരും ആയിരിക്കണം. ദേ മസ്റ്റ് ബി ഫെയ്ത്ത്ഫുൾ ഓൾസോ. എങ്ങനെ വിശ്വസ്തത ഉണ്ടാകും? വിശ്വസ്തത ഉണ്ടാകണമെങ്കിൽ കർത്താവിനോടൊരു സ്നേഹമില്ലെങ്കിൽ വിശ്വസ്തത ഉണ്ടാകും. അതുകൊണ്ട് ഏറ്റവും മുഖ്യ കൽപ്പന എന്ന് പറയുന്നത് നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണം. കർത്താവിനെ അല്ലാതെ പണത്തെ സ്നേഹിച്ചാൽ വിശ്വസ്തത ഉണ്ടാകത്തില്ല, കൂറുണ്ടാകത്തില്ല. ലോകത്തെ സ്നേഹിച്ചാൽ ദേമാസ് ലോകത്തെ വിട്ടുപോയതുപോലെ പോകും. സത്യസുവിശേഷം പ്രസംഗിക്കാത്തതിന്റെ കാരണം എന്താ? മനുഷ്യരുടെ ബഹുമതിയെ സ്നേഹിക്കുന്നതുകൊണ്ട്, പണത്തെ സ്നേഹിക്കുന്നത് കൊണ്ട്, ലോകത്തിന്റെ അംഗീകാരത്തെ സ്നേഹിക്കുന്നത് കൊണ്ടൊക്കെയാണ് സത്യസുവിശേഷത്തിൽ നിന്ന് ആളുകള് വിട്ടുപോകുന്നത്. എപ്പോഴും ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാകുന്നത്, വ്യതിചലനം ഉണ്ടാകുന്നത് മറ്റു പലതിലേക്കും തിരിഞ്ഞു പോകുന്നു. ലോകത്തെ സ്നേഹിച്ചാൽ, പണത്തെ സ്നേഹിച്ചാൽ എല്ലാരെയും സന്തോഷിപ്പിക്കുന്നൊക്കെ പറയാനേ ശ്രമിക്കത്തുള്ളൂ. എല്ലാരും എന്നെ ബഹുമാനിക്കണമെന്നുണ്ടെങ്കിൽ അവർക്കൂടി ഇഷ്ടമുള്ളത് ഞാൻ പറഞ്ഞെങ്കിലേ പറ്റത്തുള്ളൂ. അവിടെ പറയുകയാണ്, ആ ഉപനിധിയെ നീ പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചു കൊള്ളുക. പിന്നെ പറയുന്നു, നീ വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്കണം. അത് തന്നെ പറയുന്നു 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം എന്ന് പറഞ്ഞിട്ട് അത് അറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവർത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്നു. ദൈവവചനത്തിനോ ബന്ധനമില്ല. ദൈവവചനത്തിന് ബന്ധനമില്ല. ഞാനിപ്പോ ചങ്ങല ധരിക്കുക അല്ല, ഐ എം ബീങ് ചെയിൻഡ് ലൈക്ക് എ ക്രിമിനൽ, കോമൺ ക്രിമിനൽ. ഞാനൊരു വലിയ കള്ളനോ കൊള്ളക്കാരനോ എന്ന പോലെ ഞാൻ ഈ തടവിൽ ഇവിടെ ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട് ഇവിടെ കിടക്കുകയാണ്. പക്ഷേ എന്നെ ചങ്ങലയിടാനേ കഴിയത്തുള്ളൂ, പക്ഷെ ദൈവവചനത്തെ ബന്ധിക്കാൻ കഴിയത്തില്ല എന്ന് പറയുന്നു. അവിടെയും ദൈവവചനത്തെയാണ് പറയുന്നത്. ഇനിയും 2-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം പൗലോസ് പിന്നെയും പറയുകയാണ്, ഒന്നിനും കൊള്ളാത്ത വാഗ്വാദം നീ ചെയ്യരുത്.
പിന്നെ പറയുന്നു, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതി ഇല്ലാത്ത വേലക്കാരനായി നിൽ ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്കും. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതി ഇല്ലാത്ത ആൻ അപ്രൂവ്ഡ് വർക്ക് മാൻ നീഡ് നോട്ട് ബി അഷെയിംഡ് എന്നാ പറയുന്നത്. ഒരു അപ്രൂവ്ഡ് വർക്ക് മാൻ ആയിട്ട് ഇവിടെ പറയുന്നത് ലജ്ജിപ്പാൻ സംഗതി ഇല്ലാത്ത വേലക്കാർ. ഈ എവിടെ ലജ്ജിക്കേണ്ടി വരുമെന്നായി പറയുന്നത്. ഞാനിപ്പോ സത്യവചനത്തെ യഥാർത്ഥമായിട്ടല്ല പ്രസംഗിക്കുന്നതെന്ന് വെച്ചോ, ഞാൻ എവിടെ ആയിരിക്കും ലജ്ജിക്കേണ്ടി വരും? എന്തോ ന്യായവിധി നാളെ കർത്താവിന്റെ വരവിങ്കൽ ഞാന് ലജ്ജിച്ചു പോകും. സത്യവചനത്തെ ഞാൻ യഥാർത്ഥമായി പ്രസംഗിക്കുന്നില്ലെങ്കിൽ ഇവിടെ എനിക്ക് ലജ്ജയൊന്നും ഉണ്ടാകും ഞാൻ വിചാരിക്കുന്നു. ഇവിടെ മനുഷ്യരൊക്കെ ഒത്തിരി പേര് അംഗീകരിക്കും. ഇവിടെ വലിയ ലജ്ജയ്ക്ക് സംഗതി ഒന്നും ഉണ്ടാകത്തില്ല. പക്ഷേ കർത്താവിന്റെ വരവിങ്കൽ ലജ്ജിച്ചു പോകും. ലജ്ജിപ്പാൻ സംഗതി ഇല്ലാത്ത വേലക്കാരനായി നിൽപ്പാൻ ശ്രമിക്കുക. പൗലോസ് നമ്മുടെ മുമ്പില് സമയമില്ല എങ്കിലും പറയാം, ന്യായവിധി ദിവസത്തിൽ ലജ്ജിപ്പാൻ ഇടയില്ലാത്ത യജമാനൻ ഏൽപ്പിച്ച ജോലി സത്യസന്ധമായി ചെയ്തു തീർത്തു. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, അല്ലേ? നീ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്ക എന്നുള്ള ശബ്ദം കേൾപ്പാൻ ഇടയില്ലാത്ത അനേകരുണ്ടാവും. അവരന്ന് ലജ്ജിച്ചു പോകും. പൗലോസ് 2 കൊരിന്ത്യർ 2:17 പറയുന്നു. 2 കൊരിന്ത്യർ 2:17 ഞങ്ങൾ ഒന്ന് വായിക്കാമോ? 2 കൊരിന്ത്യർ 2:17. ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കുന്ന അനേകരെ പോലെയല്ല, നിർമ്മലതയോടും ദൈവത്തിന്റെ കൽപ്പനയാലും ദൈവസന്നിധിയിൽ ക്രിസ്തുവിൽ. ഒന്നുകൂടെ വായിച്ചേ ആ ഭാഗം. ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കുന്ന അനേകരെ പോലെയല്ല, നിർമ്മലതയോടും ദൈവത്തിന്റെ കൽപ്പനയാലും ദൈവസന്നിധിയിൽ ക്രിസ്തുവിൽ സംസാരിക്കുന്നു. ഇംഗ്ലീഷിൽ ഇങ്ങനെ, unlike so many we do not peddle the word of God for profit. എന്തെങ്കിലും ലാഭത്തിന് വേണ്ടി ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കുന്നവരെ പോലെ അല്ല, ബിസിനസ്സുകാരെ പോലെ അല്ല ഞങ്ങൾ സംസാരിക്കുന്നത്. പിന്നെ ഓൺ ദ കോൺട്രറി ഇൻ ക്രൈസ്റ്റ് we speak before God with sincerity as those sent from God. Speak with sincerity. സത്യസന്ധമായി ആത്മാർത്ഥതയോട് ദൈവത്താൽ ഐക്യപ്പെട്ടവർ എന്നുള്ള നിലയിൽ ഞങ്ങള് സംസാരിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് ലജ്ജിച്ചു പോകുവാൻ ഇടവരികയും. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്കും. മനുഷ്യർക്ക് കൊള്ളാകുന്നവനായിട്ടല്ല, ദൈവത്തിന് കൊള്ളാകുന്നവനായിട്ട് നിൽക്കാൻ ശ്രമിക്കണം. അപ്പൊ പൗലോസിന്റെ കൺസേൺ എന്താ? ഇപ്പോ ജീവിതം അവസാനിക്കും, കഴുത്ത് വെട്ടും, എന്നാൽ കൺസേൺ എന്താ? ഈ നല്ല ഉപനിധി നീ സൂക്ഷിക്കണം. ഇത് വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്കണം. ദൈവവചനത്തിന് ബന്ധനമില്ല. ദൈവത്തിന് കൊള്ളാകുന്നവനായി ലജ്ജിപ്പാൻ സംഗതി ഇല്ലാത്ത, ന്യായവിധി നാളിൽ ലജ്ജിപ്പാൻ സംഗതി ഇല്ലാത്ത വേലക്കാരനായിട്ട് നീ നിൽക്കണം. നീ ഈ സത്യവചനത്തെ യഥാർത്ഥമായിട്ട് പ്രസംഗിക്കണം. 4-ാം അധ്യായത്തിലും അത് തന്നെയാ പറയുന്നത്, അല്ലേ? 4-ാം അധ്യായത്തിലെ ആ വലിയ കമാൻഡ്മെന്റ് ഒന്നുകൂടെ റീറ്ററേറ്റ് ചെയ്യുക, ഒന്നുകൂടെ ഒന്ന് ആവർത്തിച്ചുറപ്പിക്കുക ചെയ്യുന്നത്. എന്താണ് പറയുന്നത്? ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുയേശുവിനെയും സാക്ഷി വെച്ച് അവന്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത്. എത്ര ഭയങ്കരമായ ഒരു ഭാഷയാ അതല്ലേ? ഒരു കൽപ്പന പുറപ്പെടുവിക്കുക. ഞാൻ ദൈവത്തെയും ജീവികൾക്കും യേശു ക്രിസ്തുവിന്റെ ന്യായവിധിയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുക, വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക. 2ാമത്തെ കൽപ്പന, സുവിശേഷന്റെ വേല നിറപടിയായി യു ഫുൾഫിൽ ദ മിനിസ്ട്രി ഓഫ് ദ ലോർഡ്. നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. പ്രിയമുള്ളവരെ, പൗലോസിന് എന്റെ കഴുത്ത് വെട്ടുന്നു എന്നുള്ളതല്ല പ്രയാസം, എല്ലാവരും ഇട്ടേച്ചു പോയെന്നുള്ളതല്ല പ്രയാസം. പൗലോസ് പറയുന്നത്, ഈ സുവിശേഷത്തിൽ അനേകർ കൂട്ടിച്ചേർത്ത് ഇതിനെ പ്രോഫിറ്റിന് വേണ്ടി, സ്വന്തം ലാഭത്തിന് വേണ്ടി, അല്ലെ, കോട്ടിമാട്ടിക്കളയുന്ന, വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ എഴുന്നേൽക്കും. നീ അതുകൊണ്ട് ഈ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതി ഇല്ലാത്ത വേലക്കാരനായി നിന്നെ ഏൽപ്പിച്ചതായിട്ടുള്ള ആ സുവിശേഷം പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിക്കണം. ദൈവവചനത്തിന് ബന്ധനമില്ല. നീ അതുപോലെ
വിശ്വസ്തതയുള്ള, അല്ലെ, സമർത്ഥരായ മനുഷ്യരെ ഇത് ഫലമേൽപ്പിക്കണം. സമയത്തും അസമയത്തും വചനം പ്രസംഗിക്കുക, നിന്റെ ശുശ്രൂഷന്റെ വേല നിറപടിയായി നിവർത്തിക്കുക എന്ന് പറയും. നമുക്കറിയാം 2-ാം അധ്യായം മുതൽ 6 ഉപമകള് പൗലോസ് അപ്പോസ്തലൻ ഉപയോഗിക്കുന്നു, അല്ലെ. 6 ഉപമകൾ, അതും വളരെ പെട്ടെന്നൊന്ന് പറയാം. ഒന്നാമത് പറയുന്നത്, നീ ഒരു നല്ല ഭടനായി നീയും എന്നോടുകൂടെ ക്രിസ്തുയേശുവിന്റെ endure hardship as a good soldier of Jesus Christ. യേശു ക്രിസ്തുവിന്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. രണ്ടാമത് പറയുന്നത് എന്തുവാ, യു ഷുഡ് റൺ ലൈക്ക് എ ഗുഡ് അത്ലീറ്റ്. ഇവിടെ മല്ല് കെട്ടുക എന്നാ പറയുന്നത്. നല്ല ഒരു ഓട്ടക്കാരനെ പോലെ നീ ഓടണം, അല്ലേ, ചട്ടപ്രകാരം ഓടണം എന്ന് പറയുന്നു 2-ാം അധ്യായത്തിൽ. മൂന്നാമത് 2-ാം അധ്യായത്തിൽ തന്നെ പറയുന്നു, അധ്വാനിക്കുന്ന കൃഷിക്കാരനാകുന്നു ആദ്യം ഫലം അനുഭവിക്കേണ്ടത്. അപ്പോ ഈ 3 ഉപമ, 1 നല്ല ഭടൻ, 2 നല്ല ഓട്ടക്കാരൻ, 3 നല്ല കൃഷിക്കാരൻ. ഇതിന്റെ 3-ലും ഒരു പ്രത്യേകത നമുക്ക് കാണാനായിട്ട് കഴിയും. എന്താണെന്ന് വെച്ചാൽ, നല്ല ഭടന, പക്ഷെ യുദ്ധം തീരുന്നതിന് മുമ്പ് ഇങ്ങിട്ടേച്ചു പോരും. അവന് കിരീടം കിട്ടുമോ? കിട്ടത്തെ. നല്ല ഓട്ടക്കാരന, പകുതി വെച്ച് ഓട്ടം നിർത്തി, അവനും കിരീടം പ്രാപിക്കത്തില്ല. നല്ല കൃഷിക്കാരന് പകുതി ആയപ്പം കൃഷി അങ്ങ് ഉഴപ്പി, അവന് ഫലം ശരിക്കും അനുഭവിക്കാൻ കഴിയുകയില്ല. അപ്പൊ 3 പേരും മരണപര്യന്തം വിശ്വസ്തരെ ആയിരിക്കും. കഷ്ടം സഹിക്കുന്നെങ്കിൽ അവസാനത്തോളം നല്ല ഭടനായിട്ട് കഷ്ടം സഹിക്കണം. ഈ ഓട്ടം, നിന്റെ മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടിയെങ്കിൽ മാത്രമേ, അല്ലെ, അപമാനം ലക്ഷ്യമാക്കി കർത്താവ് ക്രൂശിനെ സഹിച്ചതുപോലെ അവസാനം വരെ ഓടിയെങ്കിൽ മാത്രമേ നിനക്ക് ആ കിരീടം ലഭിക്കുകയുള്ളൂ. പിന്നെ പറയുന്നു, നല്ല കൃഷിക്കാരൻ അവസാനം വരെ ഫലം ലഭിക്കുന്നത് വരെയും ആ കൃഷി ചെയ്തുകൊണ്ടിരിക്കണം. കൃഷിയെക്കുറിച്ചൊക്കെ നമുക്കറിയാം. നാം കർത്താവിന്റെ കൂട്ടുവേലക്കാരൻ, അവന്റെ കൃഷിയാ, അല്ലേ. പൗലോസ് നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവം അത്രേ വളരുമാറാക്കുന്നു. ആ ദൈവം ആ തക്ക സമയത്ത് തരും. പിന്നീട് 2-3 കാര്യങ്ങളിലൂടെ പറയുന്നുണ്ട്, അല്ലേ. യജമാനന് ഉപയോഗമുള്ള മാനപാത്രങ്ങളായിരിക്കണം എന്ന് പറയുന്നുണ്ട്. 4-മത് ഇപ്പൊ നമ്മൾ കണ്ടു, അപ്രൂവ്ഡ് വർക്ക്മാൻ, ലജ്ജിപ്പാൻ സംഗതി ഇല്ലാത്ത വേലക്കാരനായിരിക്കണം. 5-മത് പറയുന്നു, ഒരു വലിയ വീടുണ്ട്, ആ വലിയ വീട് ദൈവത്തിന്റെ സഭയാണ്. ആ സഭയിൽ യജമാൻ ഉപയോഗമുള്ള മാനപാത്രങ്ങളായിരിക്കണം. യു മസ്റ്റ് ബി വെസൽസ് ഓഫ് ഓണർ, അല്ലേ. തടി കൊണ്ടും ഒക്കെയുള്ള പാത്രങ്ങൾ അവിടെ ഉണ്ട്. അതെന്ന് പറയുന്ന ഫോൾസ് ടീച്ചേഴ്സ്, വ്യാജ ഉപദേശകരാണ്. എന്നാൽ യജമാനന് ഉപയോഗമുള്ള മാനപാത്രമായിരിക്കണമെന്ന് പറയുന്നു. 6-മത് പറയുന്നു, കർത്താവിന്റെ ദാസൻ എന്നൊരു വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്, കർത്താവിന്റെ ദാസൻ. അപ്പോ യു മസ്റ്റ് 2-ാം അധ്യായത്തിന്റെ 24-മത്തെ വാക്യം, കർത്താവിന്റെ ദാസൻ ശണ്ടയിടാതെ എല്ലാവരോടും ശാന്തനും ഉപദേശിപ്പാൻ സമർത്ഥനും ദോഷം സഹിക്കുന്നവനുമായി അത്രേ ഇരിക്കേണ്ടത്. പ്രിയമുള്ളവരെ, പൗലോസ് അപ്പോസ്തലന് തന്റെ ലേഖനം തീർക്കുന്ന എങ്ങനെയാണെന്ന് നമുക്കറിയാം. നമ്മൾ കഴിഞ്ഞ 2 എപ്പിസോഡിലും അത് ചിന്തിച്ചതാണ്. പൗലോസ് പറയുന്നു, ഇപ്പോൾ തന്നെ ഞാൻ പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു, എന്റെ നിര്യാണ കാലവും അടുത്തു. മൈ ഡിപ്പാർച്ചർ ഹാസ് കം എന്ന് പറഞ്ഞാൽ, ഒരു കപ്പല് നങ്കൂരം ഉയർത്തി അത് യാത്ര പുറപ്പെടുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു കൂടാരം പൊളിച്ചടുക്കുന്നത് പോലെ ഉള്ള വാക്കാണ് പറയുന്നത്. മൈ ഡിപ്പാർച്ചർ, ടൈം ഓഫ് മൈ ഡിപ്പാർച്ചർ ഹാസ് കം, എന്റെ നിര്യാണ കാലവും അടുത്തു. ഡിപ്പാർച്ചർ അല്ലെങ്കിൽ പോകാനുള്ള സമയം എന്നുള്ളതിന് ഉള്ള വാക്ക് അതിനോടാണ് ഉപമിച്ചിരിക്കുന്നത്. പിന്നെ പറയുന്നു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായിട്ട് വെച്ചിരിക്കുന്നു, എനിക്ക് മാത്രമല്ല അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച് ഏവർക്കും. എന്തായിരുന്നു ഈ നല്ല പോരെന്ന് പറയുന്നു? ആരോട് പോരടിച്ചെന്ന്? റോമാ കൈസരോട് പോരടിച്ചെന്നാണോ? തന്നെ അറസ്റ്റ് ചെയ്ത പടയാളികളോടോ? അല്ലെ തന്നെ എതിർത്ത അലക്സാണ്ടർ പോലെയുള്ളവരോടോ? തന്നെ വിട്ടേച്ചു പോയവരോടോ പോരടിച്ചെന്നല്ല പൗലോസ് ഇവിടെ പറയുന്നത്. പൗലോസ് പറയുന്നത് എന്താ? താൻ ജഡത്തോടും പിശാചിനോടും ലോകത്തോടും പോരാടി വിജയം വരിച്ചു. നമുക്ക് 3 ശത്രുക്കളാവുള്ളൂ, അല്ലേ. റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നു, ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകും.
യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്നു, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകും. പിന്നെ നമ്മുടെ പ്രതിയോഗിയായ പിശാച്. അപ്പോ ജഡത്തോടൊരു വലിയ പോരാട്ടമാണ്. ആ ജഡത്തോടുള്ള പോരാട്ടം അതാ പറയുന്നത്, അവസാനത്തോളം പറയുകയാണ്, ഞാൻ ജഡത്തോട് പോരാടി നല്ല പൊരുതു. എനിക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവി. ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചു കൊള്ളുവീൻ. ഏത് നേരത്തും പ്രാർത്ഥനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കണം. പൗലോസ് പറയുകയാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കുമെന്ന് റോമാലേഖനം 7-ാം അധ്യായത്തിൽ താൻ പറയുമ്പോൾ, മാത്രമല്ല ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല ഇച്ഛിക്കാത്ത തിന്മ അത്ര ചെയ്യുന്നതെന്ന് പറയുമ്പോൾ, ഒടുവിൽ തനിക്ക് പറയാനായിട്ട് കഴിഞ്ഞു, ഞാൻ ആ തിന്മയോടെല്ലാം പോരാടി, ഈ ജഡത്തിന്റെ മോഹങ്ങളോട് പോരാടി തനിക്ക് പറയുവാനായിട്ട് കഴിഞ്ഞു. ക്രിസ്തുയേശുവിനോടുള്ള അനുസരണത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞു. ഞാൻ മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി തീരാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കി ഞാൻ ജഡത്തോട് പോരാടി വിജയം വരിച്ചു. നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു. തന്റെ മുമ്പിൽ വെച്ചിരുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടി, ഓട്ടം തികച്ചു. പിന്നെ വിശ്വാസം കാത്തു അന്ത്യത്തോളം ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. സഭയെ ദൈവം അതിന് കൊടുക്കുന്നില്ലെങ്കിൽ, പ്രിയമുള്ളവരെ, ചർച്ച് വിൽ കോൺസ്റ്റന്റ്ലി ബി ടെംപ്റ്റഡ് ടു ബി ആൻ എന്റർടൈൻമെന്റ് സെന്റർ, സോഷ്യൽ സർവീസ് ഏജൻസി, ഓർ എന്താ അതിനെക്കുറിച്ച് പറയുന്നത്, സഭ എപ്പോഴും ഒരു സോഷ്യൽ സർവീസ് ഏജൻസി ആകാനോ എന്റർടൈൻമെന്റ് സെന്റർ ആകാനോ അല്ലെങ്കിൽ മ്യൂച്വലി അഡ്മിറേഷൻ സൊസൈറ്റി, അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കുന്നവരുടെ കൂട്ടായ്മയാകാൻ, സാമൂഹ്യ പ്രവർത്തനം മാത്രം ചെയ്യുന്നവരുടെ കൂട്ടായ്മയാകാൻ, അല്ലെങ്കിൽ എന്താ ഒരു ഡിബേറ്റിംഗ് സെന്റർ ആകാൻ, അല്ലെങ്കിൽ കുറെ ഉല്ലാസത്തിന്റെ കാര്യങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാകാൻ സഭ എപ്പോഴും ടെംപ്റ്റ് ചെയ്യപ്പെടും, പരീക്ഷിക്കപ്പെടും. എന്നാൽ ദൈവവചനം യഥാർത്ഥമായി കൊടുക്കുന്നെങ്കിൽ, ദൈവത്തിന്റെ സഭ യേശുക്രിസ്തുവിനോടുള്ള നിർമ്മലതയും വിശ്വാസ്യതയും വിട്ട് കളങ്കപ്പെടുകയില്ല, വഷളായി പോവുകയില്ല. പൗലോസിന് സഭയെക്കുറിച്ചും അത് പറയുവാനായിട്ട് കഴിയും. തീമോഥെയോസിനോട് ഒടുവിൽ പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ നമുക്ക് പോരാട്ടമുണ്ട്. ഒന്ന് തീമോഥെയോസിലെ പൗലോസ് തീമോഥെയോസിനോട് പറയുന്നുണ്ട്, നീ വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക, നീ അത് വിട്ടോടി, യൗവന മോഹങ്ങളെ വിട്ടോടി, അല്ലെ, വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക. ഫ്ലീ, ഫോളോ ആൻഡ് ഫൈറ്റ് എന്നാ പറയും. വിട്ടോടുക, അനുഗമിക്കുക, പോർ പൊരുതുക. പൗലോസിന് അത് പറയുവാനായിട്ട് കഴിഞ്ഞു. പ്രിയമുള്ളവരെ, നമുക്കും അത് പറയുവാനായിട്ട് കഴിയുമോ? ഞാൻ എപ്പോഴും ഓർക്കുന്നൊരു പാട്ട്, ഇന്നും ആ പാട്ട് കേൾക്കുവാനായിട്ട് ഇടയായി. കൊച്ചുഞ്ഞുദേശിയുടെ ആശ്വാസഗീതങ്ങളിലുള്ള പാട്ടാണ്. അടുത്തിടെ കൊച്ചുഞ്ഞുദേശി എഴുതിയതല്ല എങ്കിലും കൊച്ചുഞ്ഞുദേശി ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. ആശ്വാസമേ എനിക്കേറെ തിങ്ങിയിടുന്നു വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിടുമ്പോൾ. അതിലെ വരി ഇങ്ങനെയാണ്, കർത്താവേ വിശ്വാസപ്പോരിൽ തോൽക്കാതെന്നെ അവസാനത്തോളം നീ നിർത്തേ. കർത്താവേ വിശ്വാസപ്പോരിൽ തോൽക്കാതെന്നെ ആകാശമേഘത്തിൽ കാഹളനാദത്തിൽ അടിയാനും പിന്നും കാണേ. ആകാശമേഘത്തിൽ കാഹളനാ അടിയാനും നിൻ മുമ്പിൽ കാണേ. പ്രിയമുള്ളവരെ, നമ്മുടെ പാട്ട് അതായിരിക്കട്ടെ. കർത്താവെ വിശ്വാസപ്പോരിൽ തോൽക്കാതെന്നെ അവസാനത്തോളം നീ കാക്കണം. നമ്മെ നിലനിർത്തുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ആ കൃപയിലാണ് നാം നിൽക്കുന്നത്. കൃപയിൽ നിന്ന് വീണു പോകാതെ നല്ല പോർ പൊരുത്
ഓട്ടം തികച്ച് വിശ്വാസം കാത്ത് കർത്താവെ ഈ വിശ്വാസപ്പോരിൽ തോൽക്കാതെ അവസാനത്തോളം നീ നിർത്തണമേ. ആകാശമേഘത്തിൽ കാഹളനാദത്തിൽ അടിയാനും നിൻ മുമ്പിൽ കാണണമേ. ആ പാട്ട് അതായിരിക്കട്ടെ നമ്മുടെ പാട്ട്. അങ്ങനെയെങ്കിൽ പൗലോസിനെ പോലെ നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിന് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കും.